പ്രിയമുള്ളവരെ, പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങ് തലയ്ക്ക് മണ്ടേ കയറി ഇരിക്കുകയാണ്. എല്ലാവരും പത്രിക നൽകാനുള്ള നെട്ടോട്ടത്തിലാണ്. അതായത് ഓരോ പാർട്ടി, നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP, ഇവർ 3 പാർട്ടിയാണ് മെയിനായിട്ടും. ഇനി അതിലൊന്നും സീറ്റ് കിട്ടാത്തവർ ധൈര്യസമേതം സ്വന്തമായി നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും ഈ നാട്ടിൽ ഒരു 2000 രൂപ കിട്ടി വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രചരണത്തിനൊക്കെ നടത്തുന്ന പൈസ സ്വന്തമായിട്ട് കയ്യിൽ നിന്നിടണം. ഇത്ര ഒരു മിനിമം വോട്ട് കിട്ടിയില്ലെങ്കിൽ കെട്ടിവെച്ച കാശ് പോകും എന്നൊക്കെയാണ് സംഭവം. അപ്പോൾ പലരും ഓരോ പാർട്ടിയിലും ശരിക്കും പറഞ്ഞാൽ അത് വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. അതായത് 12 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 15 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അത് എല്ലാ 3 പാർട്ടിയുടെയും കാര്യമാണ്, ഒരു പാർട്ടിയുടെ കാര്യം. പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ച ആളാണ്, പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയെ വളർത്താൻ വേണ്ടി മാത്രം ജീവിച്ച ആളാണ്. പക്ഷേ എന്നിട്ട് എനിക്ക് സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ചങ്കൂറ്റമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മത്സരിക്കുക. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നാട്ടുകാർ അറിയുന്നുണ്ട്, നാട്ടുകാർക്കത് സ്വീകാര്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വന്തമായി മത്സരിക്കുക. ഇനി അത് പറ്റാത്തവർ ആത്മഹത്യ, 2 പേരാണ്. ഒരാൾ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരത്ത്, രണ്ടാമത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ ആത്മഹത്യാ ശ്രമം കുറ്റകരമാണ്. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. എന്തായാലും മരിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് സീറ്റ് കൊടുത്തില്ല, പാർട്ടിക്കാർ സീറ്റ് കൊടുത്തില്ല. പാർട്ടി ഏതാണെന്നൊക്കെ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ അതിനെ കുത്തിച്ചേരേണ്ട കാര്യമൊന്നുമില്ല. സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്ക് പാർട്ടി സീറ്റ് തന്നില്ല, ഞാൻ സ്വന്തമായിട്ട് മത്സരിക്കും, സ്വതന്ത്രയായിട്ട് മത്സരിക്കും, അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നൊരു ധൈര്യപൂർവമായ തീരുമാനം പോലും എടുക്കാൻ കഴിയാത്തവർ ഒരു മെമ്പറായി കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും അല്ലേ? അതൊന്നും പരിഹരിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുമോ? ഇതുപോലെ ആത്മഹത്യാ പ്രവണതയുള്ളവർക്കൊന്നും ഒരിക്കലും സീറ്റ് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളായി, പഞ്ചായത്തിനകത്തായാലും പഞ്ചായത്തിന് പുറത്തായാലും പൊതുജനങ്ങൾക്കിടയിലായാലും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. പക്ഷേങ്കിൽ അതൊന്നും പരിഹരിക്കാൻ പോലും പറ്റാതെ ആത്മഹത്യ ചെയ്യുമോ? ഒരു മെമ്പറൊക്കെ ആണെങ്കിൽ മിനിമം ഒരു ചങ്കൂറ്റവും കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? എന്തും വന്നാലും ഞാൻ ധൈര്യത്തോടെ നേരിടും എന്നുള്ളൊരു ചങ്കൂറ്റം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു വാർഡിലെ മെമ്പറാവാൻ സാധിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ദുർബലരെയാണോ നമ്മൾ മെമ്പറാക്കേണ്ടത്? ഇനിയുള്ള അണികളെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പാർട്ടി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അത് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി സീറ്റ് തന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കാം, അവർ നിങ്ങളെ ജയിപ്പിക്കും. പഞ്ചായത്തുകളുടെ കാര്യം അങ്ങനെയാണ്. പഞ്ചായത്ത് ഒരിക്കലും പാർട്ടി നോക്കി കുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ആൾക്കാരുടെ കഴിവ് നോക്കി വോട്ട് കൊടുക്കുക. താങ്ക് യു.